ആ പട്ടിയെ കൊല്ല്. മാറി നിൽക്ക്, അയാൾ മരിച്ചു. പേ പിടിച്ചതാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ കടിക്കോ? വടിയെടുക്ക്, കല്ലെടുക്ക്, അടിച്ചു കൊല്ലതിനെ. നാട്ടുകാരുടെ ആർത്തലച്ചുള്ള നിലവിളികൾക്കും ആക്രോശങ്ങൾക്കും നടുവിൽ ശ്വാസം നിലച്ചതുപോലെ അനുമോൾ അവനെ നോക്കി നിന്നു. അപ്പോഴും ഭയം ലവലേശമില്ലാതെ ചോര ഇറ്റുന്ന നാവ് വെളിയിലിട്ടുകൊണ്ട് വന്യമായ ഭാവത്തോടെ അവൻ ആ മൃതദേഹത്തിന് തൊട്ടടുത്ത് തന്നെ ഇരുന്നിരുന്നു. ഇടയ്ക്ക് അവൻ കണ്ണ് ഉയർത്തി അനുമോളെ ഒന്ന് നോക്കിക്കൊണ്ട് അരുമയോടെ വാലാട്ടിയതും തൊണ്ടക്കുഴിയിൽ നിന്നും ഉയർന്നു വന്ന തേങ്ങൽ കടിച്ചമർത്തിക്കൊണ്ടവൾ വാ പൊത്തി നിലത്തേക്കിരുന്നു. 5 വർഷങ്ങൾക്ക് മുൻപ് ഒരു അവധിക്കാലം. എന്നെ എന്താ കളിക്കാൻ കൂട്ടിയ? അനുമോൾ നിന്ന് ചിണുങ്ങി. പെൺകുട്ടികളെ ബോൾ കളിക്കാൻ കൂട്ടില്ല. പോനുണ്ടോ നീ? ഇല്ലെങ്കിൽ ഞാൻ മേമ്മയോട് പറഞ്ഞു കൊടുക്കൂ. അച്ചു ഊർന്നു തുടങ്ങിയ നിക്കറിന്റെ അറ്റം വലത് കൈകൊണ്ട് തടുത്തു പിടിച്ചു. ഓ, വലിയ ആള് കുശുമ്പ് കൂടിയിട്ടാ അപ്പേട്ടന്റെ പല്ല് നീണ്ടു നീണ്ടു വരണത്. ദേഷ്യപ്പെട്ടുകൊണ്ട് അവൾ എന്നത്തെയും പോലെ മൈതാനത്ത് ചുമ്മാ ചുറ്റിക്കറങ്ങി. ആരും ശ്രദ്ധിക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ പതുക്കെ മൈതാനത്ത് നിന്നും മുങ്ങി. ഇത്തിരി അപ്പുറത്ത് ഒരു ചേമ്പില കാടുണ്ട്. പൊങ്ങിയത് അവിടെയാണ്. അങ്ങോട്ടേക്ക് പോയെന്നറിഞ്ഞാൽ അമ്മ വഴക്ക് പറയും. എങ്കിലും ഇവരൊന്നും കൂട്ടാത്തത് കൊണ്ട് ഒരു വടിയും കയ്യിലെടുത്ത് ചേമ്പില കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്നതാണ് എന്നും അവളുടെ പണി. പഠിക്കാത്ത കുട്ടികളെ തല്ലി കീറുകയും ചെയ്യും. അടുത്തടുത്ത് പോയപ്പോഴതാ ചേമ്പിലക്കാട്ടിൽ നിന്നും ഒരു കരച്ചിൽ. കീ കീ. അവൾ പതുക്കെ അടുത്ത് പോയി നോക്കി. അവിടെ അതാ ഒരു ചാക്ക് കെട്ട് നിന്ന് കുലുങ്ങുന്നു. അതിനുള്ളിൽ നിന്നുമാണ് കരച്ചിൽ കേട്ടത്. അവൾക്ക് പേടിയായി. തിരിഞ്ഞോടാൻ ഭാവിച്ചുകൊണ്ട് അവൾ ഒന്നുകൂടി ചാക്കിലേക്ക് നോക്കി. അതിനുള്ളിൽ നിന്നും അതാ താളത്തിലാടുന്ന ഒരു കുഞ്ഞുവാൽ. ആകാംക്ഷയോടെ അവൾ അടുത്തേക്ക് ചെന്ന് ചാക്കുകെട്ട് നീക്കി നോക്കി. വെളുപ്പും കറുപ്പും നിറങ്ങളോട് കൂടിയ ഒരു കുഞ്ഞു പട്ടിക്കുട്ടി. അത് അവളുടെ കൈവെള്ളയിലിരുന്ന് കുറുകി. പതുക്കെ അവളുടെ വിരലുകൾ കുഞ്ഞു നാവിനാൽ നക്കിക്കൊണ്ട് അവൻ ആ കൈകളിൽ ചുരുണ്ട് കിടന്നു. മൂക്ക് കണ്ണടയൊന്ന് അമർത്തി വച്ചുകൊണ്ട് അച്ചമ്മ നാമം ജപിച്ചുകൊണ്ടിരുന്നു. അനുമോൾ എന്തേ അമ്മേ? പടി കടന്നു വന്ന അച്ഛൻ അമ്മയോടായി ചോദിച്ചു. മറുപടിയില്ലെന്ന് കണ്ടതും അച്ഛൻ മോളെ തിരക്കി അകത്തെ മുറിയിലേക്ക് വന്നു. കട്ടിലിൽ കമിഴ്ന്ന് കിടന്ന് തലയണയിൽ മുഖം പൊത്തി കരയുകയായിരുന്നു അനുമോള്. എന്താ മോളെ, എന്തിനാ അച്ഛൻ്റെ കുഞ്ഞ് കരയുന്നേ? അച്ഛൻ ഓടി അവൾ കരയിലേക്ക് വന്ന് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കുട്ടപ്പനെ അമ്മ വെളിക്കളഞ്ഞു. നിർത്താതെ ഏങ്ങലടിക്കുന്ന കുഞ്ഞിനെ അയാൾ ഭയന്ന് നെഞ്ചിലേക്ക് ചേർത്തു. കുറ്റബോധത്തോടെ അമ്മ മുറിയുടെ വാതിൽക്കൽ വന്ന് ആ കാഴ്ച നോക്കി നിന്നു. എന്താണ് എന്ന അർത്ഥത്തിൽ അച്ഛൻ അമ്മയെ നോക്കി. തൊടിയെന്നെങ്ങാണ്ട് ഒരു നാടൻ പട്ടിയെ കൊണ്ട് വന്നിരിക്കുന്നു. അതിനെടുത്ത് കളഞ്ഞതിനാ. കുട്ടപ്പൻ പാവാച്ച. അനുമോൾക്കും വരുന്ന കുഞ്ഞുവാവിക്കും കൂട്ടായിട്ടാ ഞാൻ കൊണ്ടുവന്നേ. ശരി, എൻ്റെ മോള് കരയണ്ട. കുട്ടപ്പനെ അച്ഛൻ കൊണ്ടുവരാം കേട്ടോ. അയാൾ കുഞ്ഞിൻ്റെ കണ്ണുനീർ വാത്സല്യത്തോടെ തുടച്ചു. ദേ, എനിക്കതിൻ്റെ രോമമൊന്നും പറ്റില്ല കേട്ടോ. ഒന്നാമത് ഈ അവസ്ഥയിൽ എനിക്ക് വല്ല അസുഖവും വന്ന മരുന്ന് പോലും കഴിക്കാനാവില്ല, അറിയാലോ. അച്ഛൻ പിന്നാമ്പുറത്തേക്ക് നടന്നതും തടുത്തുകൊണ്ട് അമ്മയും പിറകെ കൂടി. നീ എവിടെയാ അതിനെ കളഞ്ഞത്? ആ പിന്നാമ്പുറത്തേക്ക് ഇറക്കി വിട്ടു. എരുത്തിലിനരികിൽ പുല്ല് വെക്കുന്നിടത്ത് ഓരം പറ്റി ചുരുണ്ട് കിടക്കുകയായിരുന്നു അവൻ. അച്ഛനെ കണ്ടതും പെട്ടെന്ന് എഴുന്നേറ്റ് 1 ഇഞ്ചോളം പോന്ന വാല് അവൾ താളത്തിലാട്ടി. എന്നാൽ പിന്നാലെ അമ്മയെ കണ്ടതും കീ കീ എന്ന് കരയാൻ തുടങ്ങി. അയാൾ അടുത്തേക്ക് ചെന്ന് അവനെ എടുത്തുകൊണ്ട് അകത്തേക്ക് വന്നു. കുട്ടപ്പനെ കണ്ടതും അനുമോൾ ഓടി അച്ഛനടുത്തേക്ക് വന്ന് അവനെ വാരിയെടുത്ത് തെരുതെരെ ഉമ്മ വെച്ചു. ഇതെല്ലാം കണ്ട് അമ്മ മുഖം വീർപ്പിച്ചു നിന്നു. നീ മുഖം വീർപ്പിക്കണ്ട, കുട്ടികളുടെ സന്തോഷമാ വലുത്. എന്നാ പേരെങ്കിലും മാറ്റ്. അതെന്റെ അപ്പൂപ്പന്റെ പേരാ. അത് നന്നായി. പുള്ളിക്ക് ലവന്റെ ഒരു മുഖഛായുണ്ട്. രാമ. എല്ലാം കണ്ടുനിന്ന അച്ചമ്മ ഒരു ചിരിയോടെ നാമജപം കുറച്ചുകൂടി ഉച്ചത്തിൽ ചൊല്ലി. ദേ നോക്കിയേ കുട്ടപ്പ, നമ്മുടെ പുതിയ വാവ. 2 കാലിൽ ഉയർന്നു നിന്ന് കട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് അവൻ നാവ് നീട്ടി വാലാട്ടി. ഒരു ചിരിയോടെ അമ്മ അത് കണ്ടു കിടന്നു. കുട്ടപ്പനെ കളയി എന്ന് ബഹളം വെച്ചവള. ഇപ്പോഴോ അവന് ഭക്ഷണം കൊടുത്തിട്ട് അവൾ എന്നെ പോലും നോക്കും. മക്കളിപ്പോൾ 3 എന്ന് തോന്നും അവൾക്ക്. അച്ഛൻ അച്ചമ്മയോടായി പറഞ്ഞു. തുത്തപ്പ ബാ ബാ. വാവ മുറ്റത്ത് നിന്നും കുട്ടപ്പനെ കൈകാട്ടി വിളിച്ചു. വേച്ചു നടക്കുന്ന വാവയോടൊപ്പം
അതേ താളത്തിൽ അവനും നടന്നു. വാവയും അനുമോളും ഉണ്ണുന്നതും ഉറങ്ങുന്നതും അവനോടൊപ്പം ആയിരുന്നു. അച്ചു ഇപ്പോൾ അനുമോളോട് ഒന്നും പറയാറില്ല എന്ന് മാത്രമല്ല, ഇങ്ങോട്ട് വരാറ് പോലുമില്ല. ഒരിക്കൽ വന്ന് അനുമോളോട് എന്തോ പറഞ്ഞു കുഞ്ഞ് അടി അടിച്ചതും കുട്ടപ്പൻ ചാടി വീണ് ആ കയ്യിൽ തന്നെ ഒറ്റക്കടി. അന്ന് മുണ്ടും കളഞ്ഞ് ഓടിയവൻ പിന്നെ ഇതുവഴി വന്നിട്ടില്ല. രാവിലെ അച്ചമ്മയെ അമ്പലത്തിൽ കൊണ്ടുപോയി സുരക്ഷിതമായി തിരിച്ചെത്തിക്കുക എന്നത് അവന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ അച്ഛനും അനുമോളും രാവിലെ പോകുമ്പോൾ അച്ഛൻ്റെ സ്കൂട്ടറിന് പിറകെ റോഡ് വരെ ഓടും. എന്നിട്ട് തിരികെ വരും. അമ്മ തുണി നനയ്ക്കുകയും പാത്രം കഴുകുകയും ഒക്കെ ചെയ്യുമ്പോൾ വാവയെ നോക്കുന്നതും അവനാണ്. ഉച്ചയ്ക്ക് വാവ ഉറങ്ങുമ്പോൾ മാത്രം കട്ടിലിനടിയിൽ കിടന്ന് അവനും ഒന്ന് മയങ്ങും. വൈകുന്നേരം അനുമോൾ വരുന്ന നേരത്ത് റോഡ് വരെ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും. ഇന്ന് വാവ ആദ്യമായി സ്കൂളിൽ പോവുകയാണ്. എന്താണ് എന്ന അർത്ഥത്തിൽ കുട്ടപ്പൻ വാവയെയും അമ്മയെയും മാറി മാറി നോക്കുകയായിരുന്നു. വാവയും അമ്മയും രാവിലെ ഉടുത്തൊരുങ്ങി എങ്ങും പോകുക പതിവില്ലല്ലോ. പിന്നെ പതുക്കെ അവർക്കൊപ്പം അവനും പോയി സ്കൂളിലേക്ക്. അയ്യോ പട്ടി! സ്കൂളിലേക്ക് വരുന്നവർ അവനെ കണ്ട് ബഹളം വയ്ക്കാൻ തുടങ്ങി. അതോടെ അകത്തേക്ക് കടക്കാതെ ഗേറ്റിനരികിൽ ആർക്കും ഒരു ശല്യമാവാതെ അവൻ ഒതുങ്ങിക്കിടന്നു. വാവയെ വിടുന്നതുവരെ അമ്മ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ നിന്നു. പുറത്ത് കുട്ടപ്പനും. പിറ്റേന്ന് അച്ഛൻ്റെയും അനുമോളുടെയും ഒപ്പമാണ് വാവയും പോയത്. അന്ന് കുട്ടപ്പൻ റോഡ് കടന്ന് തിരികെ വന്നില്ല. പകരം സ്കൂൾ വരെ പോയി. എന്നിട്ട് തലേന്നത്തെ പോലെ ഗേറ്റിന് വെളിയിൽ വൈകുന്നേരം വരെ കാത്തു കിടന്നു. വാവയെയും അനുമോളെയും കൂട്ടിക്കൊണ്ടുവന്നു. കുട്ടപ്പനെ ഇപ്പോൾ പകലൊന്നും കാണാനില്ല. അമ്മ അത്താഴം കഴിക്കുന്നതിനിടയിൽ അച്ഛനോട് പറഞ്ഞു, കുട്ടപ്പ, നീ എവിടെ പോവാ പകൽ? അവൻ എന്നോടല്ല എന്ന ഭാവത്തിൽ ചോറുണ്ടുകൊണ്ടിരുന്നു. അനുമോളും വാവയും മാത്രം പരസ്പരം നോക്കി ചിരിച്ചു. പിറ്റേന്ന് അച്ഛൻ വന്നത് ഒരു തൊടലും ചങ്ങലയുമായിട്ടാണ്. അന്ന് ആദ്യമായി അവർ കുട്ടപ്പനെ കെട്ടിയിട്ടു. വാവയും അനുമോളും പോകുന്നത് കണ്ട് അവൻ ചങ്ങലയിൽ കിടന്ന് വലിയ വായിൽ കരഞ്ഞു. എൻ്റെ മോളെ! അമ്മയുടെയും അച്ഛമ്മയുടെയും കരച്ചിൽ ആ വീട്ടിൽ മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നു. വീട്ടിലും പരിസരത്തും ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞു. അവിടെ ഉമ്മറത്ത് തലയ്ക്കൽ നിലവിളക്ക് കത്തിച്ച് വെള്ള പുതപ്പിച്ച് വാവയെ കിടത്തിയിരുന്നു. എന്ത് പറ്റിയതാണ്? ആർക്കറിയാം. പൊന്തക്കാട്ടിൽ നിന്നാണ് ശവം കിട്ടിയത്. 2 ദിവസം മുന്നേ സ്കൂളിൽ പോയ കുട്ടിയാ. പിന്നെ വന്നില്ല. പോലീസുകാർ പറയുന്നത് ആരോ പീഡിപ്പിച്ച് കൊന്നതാണെന്നാ. എന്നാലും ഈ പൊടിക്കൊച്ചിനെ... വാവയുടെ മുറിവ് പറ്റിയ പുരുകങ്ങളിലും ചുണ്ടിലും തലോടിക്കൊണ്ട് കണ്ണുനീരോടെ അനുമോൾ അവൾക്കരികിൽ ഇരുന്നിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അച്ഛനും. ഉമ്മറത്തിണ്ണയിൽ ഇരുന്നു കൊണ്ട് കുട്ടപ്പനെ കെട്ടിയിരുന്നിടത്തേക്ക് നോക്കി. അവിടം ശൂന്യമായിരുന്നു. ചങ്ങല പൊട്ടിച്ച് അവൻ എങ്ങോട്ടോ ഓടിപ്പോയിരിക്കുന്നു. കുട്ടപ്പൻ പോയിട്ട് ഇന്നേക്ക് 10 ദിവസമായി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞതുകൊണ്ടും 9ാം ക്ലാസ്സിലെ പരീക്ഷ അടുത്തിരുന്നത് കൊണ്ടും അനുമോൾ അന്ന് സ്കൂളിലേക്ക് പോയി. സ്കൂളിലേക്ക് കയറും മുന്നേ അവൾ ആ കാഴ്ച കണ്ടു. ഗേറ്റിന് വെളിയിൽ വാവയെ കാത്തെന്ന പോലെ കിടക്കുന്ന കുട്ടപ്പൻ. ഈ 10 ദിവസവും അവൻ അവിടെ ആയിരുന്നു എന്ന് സഹപാഠികളിൽ നിന്നും അവൾ അറിഞ്ഞു. വൈകുന്നേരം പോകുമ്പോൾ അവനെ കൂടെ കൂട്ടാം എന്നോർത്താണ് അവൾ ഇരുന്നത്. പെട്ടെന്ന് വെളിയിൽ നിന്നും ഒരു ബഹളവും കരച്ചിലും കേട്ടു. എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി. അനുമോളും ഭയന്ന് പുറത്തേക്ക് ഓടി. അവിടെ ഒരാളുടെ കഴുത്തിൽ കടിച്ച് കുടയുകയായിരുന്നു കുട്ടപ്പൻ. ഒത്തിരി പിടഞ്ഞ് ഒടുവിൽ അയാൾ നിലത്തേക്ക് വീണു. അനക്കം നിലച്ചതും കുട്ടപ്പൻ അയാളിൽ നിന്നും അകന്നുമാറി മുരണ്ടുകൊണ്ടിരുന്നു. അനുമോൾ അയാളെ സൂക്ഷിച്ചു നോക്കി. ഫിലിപ്പ് സാർ. അന്ന് ഉച്ചയ്ക്ക് വാവയുടെ സ്കൂൾ വിട്ടതുകൊണ്ട് വാവ ഒറ്റയ്ക്ക് പോകണ്ടല്ലോ എന്നോർത്ത് അച്ഛൻ്റെ കൂട്ടുകാരൻ കൂടിയായ ഫിലിപ്പ് സാറിനൊപ്പം താനാണ് കുഞ്ഞിനെ വിട്ടത്. എത്ര പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല. വാവയെ കണ്ടിട്ടേയില്ലെന്ന എല്ലാരോടും ഇയാൾ പറഞ്ഞത്. 10 ദിവസമായി സ്കൂളിൽ വരാതെ ലീവിലായിരുന്നു ഇയാളും. അവൾ വേദനയോടെ കുട്ടപ്പനെ നോക്കി. ആ പട്ടിയെ കൊല്ലൂ, പേയാണ് പേ. ആളുകൾ കമ്പും കല്ലും കുറുവടിയുമായി കുട്ടപ്പനടുത്തേക്ക് പാഞ്ഞെടുത്തു. ഒന്നും ചെയ്യല്ലേ എൻ്റെ കുട്ടപ്പന. നിലവിളിച്ചുകൊണ്ട് അവൻ അടുക്കലേക്ക് പോകാൻ ഭാവിച്ച അവളെ പിന്നിൽ നിന്നും ആരൊക്കെയോ തടുത്തു പിടിച്ചു. ഉയർന്നു പൊങ്ങുന്ന ആക്രോശങ്ങളും അന്തരീക്ഷത്തിൽ മുഴങ്ങിയ കുട്ടപ്പന്റെ നിലവിളിയും ചെവിയിൽ മാറ്റൊലി കൊള്ളവേ അനുമോൾ കുഴഞ്ഞ് നിലത്തേക്ക് വീണു. കണ്ണുകൾ അടയും മുൻപ് അവൾ കണ്ടത് കുട്ടപ്പന്റെ കണ്ണുകളായിരുന്നു. ആ കണ്ണുകളിൽ നിറഞ്ഞിരുന്നത് വേദനയായിരുന്നില്ല, തൻ്റെ കടമ താൻ നിറവേറ്റിയെന്ന ചാരിതാർത്ഥ്യമായിരുന്നു.